കാക്കയ്ക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞെന്ന് പറയുന്നത് പോലെ UDF-ന് അഴിമതി നടത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ പ്രിയപ്പെട്ടവരായി മാറുന്ന സ്ഥിതി പലപ്പോഴും നാം കാണാറുണ്ട്. കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് LDF നേതൃത്വം നൽകുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര RDO ഓഫീസിനു മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പ്രകടനമായി സമര വളണ്ടിയർമാർ RDO പരിസരത്ത് എത്തി. പണം തിരിച്ചു നൽകാൻ തട്ടിപ്പിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തുക. ഹാജിയുടെ ഭരണത്തിൽ സമരം CPIM ജില്ലാ കമ്മിറ്റി അംഗം PK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് ഇതിനിരയായിട്ടുള്ള നിക്ഷേപകരും അതോടൊപ്പം ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ദാരുണമായി ഒരു ആത്മഹത്യയിലൂടെ തൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള ഇബ്രാഹിം ഹാജിയുടെ ബന്ധുക്കളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെയെല്ലാം ആശയാഭിലാഷങ്ങൾ എന്താണ് എന്നുള്ളതിനെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിവുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് 2-ാം തീയതി ഇബ്രാഹിം ഹാജിയുടെ നാടായിട്ടുള്ള തിരുവള്ളൂരിൽ അതിൻ്റെ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത്. അതിനുശേഷം വിവിധ പഞ്ചായത്ത് തലങ്ങളിൽ വലിയ ജനകീയ കൂട്ടായ്മകൾ വിവിധ ദിവസങ്ങളിലായി നടത്തിയിട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി തുടർച്ചയായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് RDO ഓഫീസിന് മുമ്പിൽ ഈ സമരം നമ്മൾ സംഘടിപ്പിക്കുമ്പം സ്വാഭാവികമായി ഒരു നടപടിയും എടുക്കാതെ കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലം മുന്നോട്ട് പോയിട്ടുള്ള ഭരണാധികാരികൾക്ക് ചില നടപടികൾ എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞെന്ന് പറയുന്നത് പോലെ UDF-ന് അഴിമതി നടത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ പ്രിയപ്പെട്ടവരായി മാറുന്ന സ്ഥിതി പലപ്പോഴും നാം കാണാറുണ്ട്. അവർക്കെതിരായി കേസുണ്ടാകില്ല, അവർക്കെതിരായി നടപടി ഉണ്ടാകില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിനെ വലിയ രൂപത്തിൽ താമസിപ്പിച്ച് മുന്നോട്ട് പോകും. അതിന്റെ ഭാഗമായിട്ടാണ് കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ച് അതിന്റെ ആദ്യഘട്ടത്തിൽ നിക്ഷേപകരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള നിരവധി നടപടികളുണ്ടായി. 12%, 14% എന്നെല്ലാം പറഞ്ഞ് സഹകരണ നിയമത്തിന് വിരുദ്ധമായ രൂപത്തിൽ പലിശ വാഗ്ദാനം ചെയ്ത് ഒരു ബ്ലേഡ് കമ്പനിക്ക് സമാനമായ രൂപത്തിൽ പെരുമാറാൻ തുടങ്ങി. അതിനെല്ലാം അന്ന് സഹകരണ വകുപ്പ് നിയന്ത്രിച്ച് ഉത്തരവിട്ട് അതിന്റെ എല്ലാം രേഖകൾ സഹിതം നടപടികൾ എടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയി. ആ ഘട്ടത്തിലെല്ലാം അവർ തിരുത്തൽ വരുത്തി. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിന്റെ ഭരണസമിതി പണം കണ്ടമാനം കുമിഞ്ഞുകൂടിയപ്പോ ഭരണസമിതി പിടിച്ചെടുക്കാനുള്ള സ്വാഭാവിക പ്രവർത്തനം കോൺഗ്രസിനകത്ത് നടക്കും പോലെ, എല്ലായിടത്തും നടക്കും പോലെ ഇവിടെയും നടന്നു. അതിന്റെ ഭാഗമായി നേരത്തെ കോൺഗ്രസുകാരനായ പ്രസിഡന്റിനെ മാറ്റി മുസ്ലിം ലീഗുകാരനെ പ്രസിഡന്റാക്കി. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വന്നപ്പോഴാണ് അഴിമതി നടത്തുന്നതിനുള്ള വേഗത കൂടി. പലിശ കൊടുക്കുന്നത് പിന്നെ നിന്നു. അതുവരെ എല്ലാവർക്കും നിക്ഷേപകർക്ക് അത്യാവശ്യം പലിശ കൊടുത്തിട്ടുണ്ട്. ആ പലിശ കൊടുക്കൽ നിർത്തലാവുന്നതോടുകൂടിയാണ്
അത്യാവശ്യം പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വരുന്നത്. പിന്നീട് നാം കാണുന്നത് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചിട്ടുള്ള ഇതിന്റെ ഉത്തരവാദപ്പെട്ടവർ നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറുകയാണ്. അങ്ങനെയാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇബ്രാഹിം ഹാജിയുടെ മരണം സംഭവിക്കുന്നത്. DCCയുടെ ജനറൽ സെക്രട്ടറിയുടെ വീട്ടുകോലായിൽ പോയി ആത്മഹത്യ നടത്തുന്ന നിലയിലേക്ക് ഒരു സംഭവം ഉണ്ടാകുന്നത്. അതോടുകൂടിയാണ് നാട്ടുകാരുടെ മുമ്പിലേക്ക് കടത്തനാട് സൊസൈറ്റിയുടെ പ്രവർത്തനം ഈ നിലയിൽ ഒരു പണം തട്ടിപ്പ് നടത്തുന്ന സംഘമായി മാറിയിരിക്കുകയാണ്. ലീഗും കോൺഗ്രസും RMPയും ചേർന്ന ഒരു മുക്കൂട്ട് മുന്നണി വടകരയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകളുടെ മുഴുവൻ പണവും സമാഹരിച്ചെടുത്ത് അവർ സാധാരണ ക്രെഡിറ്റ് സൊസൈറ്റികളായ സഹകരണ ബാങ്കുകളിലും മറ്റു ബാങ്കുകളിലും നിക്ഷേപിച്ചിട്ടുള്ള പണത്തെ പിൻവലിപ്പിച്ചുകൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചു. വലിയ പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ള തുക പിന്നീടുള്ള ഒരു ഘട്ടമെത്തിയപ്പോൾ പലിശയുമില്ല നിക്ഷേപവുമില്ലാത്ത നിലയിലേക്ക് മാറിയ ഒരു ഘട്ടത്തിലാണ് ഇബ്രാഹിം ഹാജി മരണത്തിലേക്ക് തന്നെ തീരുമാനമെടുത്തു പോകുന്നത്. ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേക പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾ സത്യത്തിൽ നിക്ഷേപകരെ വഞ്ചിച്ച വിഷയം ലോകമറിയുന്നതിന് കാരണമാക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരണം, ഏത് നടപടിയിലൂടെ, എന്തെല്ലാം തെളിവുകളുണ്ട്, അതെല്ലാം ശേഖരിക്കണം. എന്നാ പോലീസിന്റെ ഭാഗത്ത് പ്രതികളായി വരുന്നവർ കോൺഗ്രസുകാരായതുകൊണ്ട് ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR-നകത്ത് അസ്വാഭാവിക മരണം എന്ന് പറയുന്നത് മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയത്. FIR-ന്റെ കോപ്പി ഞങ്ങൾ വാങ്ങിച്ചു. ആ കോപ്പിയിൽ പറയുന്നത് ഇബ്രാഹിം ഹാജിയുടെ മരണം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. നമ്മുടെ നാട്ടിൽ പ്രേമനൈരാശ്യം മൂലം ആരെങ്കിലും കെട്ടിത്തൂങ്ങി മരിച്ചാൽ അതിനും അസ്വാഭാവിക മരണത്തിനാണ് കേസെടുക്കുക. ഒരാൾ പുഴയിൽ മുങ്ങി മരിക്കുന്ന നിലയിലേക്ക് പെട്ടാൽ അപ്പോഴും എടുക്കുക അസ്വാഭാവിക മരണത്തിനാണ്. ഇതൊന്നും മറ്റാരും ഉത്തരവാദികളല്ല. എന്നാൽ പോലും അസ്വാഭാവിക മരണം അത്രയും ഗൗരവം കുറഞ്ഞ ഒരു ചാർജ് എടുത്തിട്ടാണ് ഈ കേസിന് തുടക്കമിട്ടിരിക്കുന്നത്. എന്നാൽ ആ കേസ് പ്രൊസീഡ് ചെയ്യണ്ടേ? ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പുകൾ, മരണമൊഴി തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് 8 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ 8 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടായ സംഭവവികാസങ്ങൾ ഡോക്ടർമാരോട് പറയുന്നുണ്ടായിരുന്നു. അവർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതെല്ലാം മരണമൊഴിയായി സ്വീകരിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പോലീസ് തയ്യാറായിട്ടില്ല. എന്നാൽ ആകെ ഇപ്പൊ കേസെടുത്ത് അന്വേഷണം നടക്കുന്നതിന്റെ മുകളില് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നേരത്തെ സഹകരണ വകുപ്പ് ഇവരുടെ പേരിൽ കിട്ടിയ പരാതിയുടെ മുകളിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടിയുടെ മുകളിലാണ് പോലീസ് ഇപ്പൊ അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തത്. MD രാജൻ അധ്യക്ഷനായി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P സുരേഷ് ബാബു, TN മനോജ്, CH ഹമീദ്, KK ജയപ്രകാശ്, P സത്യനാഥൻ, വളിൽ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. KC പവിത്രൻ സ്വാഗതം പറഞ്ഞു. സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാതായതോടെ ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം ഹാജിയുടെ കുടുംബാംഗങ്ങൾ, പണം നിക്ഷേപിച്ച് വഞ്ചിതരായ നിക്ഷേപകർ ഉൾപ്പെടെ നിരവധി പേർ സത്യഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സൊസൈറ്റിയുടെ സാമ്പത്തിക തട്ടിപ്പിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തുക, ഇബ്രാഹിം കുട്ടി ഹാജിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, മുഴുവൻ നിക്ഷേപകരുടെയും പണം തിരിച്ചു നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സത്യഗ്രഹ സമരം. ദിവസവും രാവിലെ 10 മുതൽ 5 വരെ RDO ഓഫീസിന് മുന്നിൽ സമരം നടക്കും. MRI, CT സ്കാൻ, ബ്ലഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാണ്. വടകര സഹകരണ ആശുപത്രി. ഫോൺ 0496 2520 600.